ഹലോ എക്സാമിനർ ഫാമിലി. അപ്പോൾ ഫൈനലി നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ +2 റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ നല്ല മാർക്ക് എല്ലാ മക്കൾക്കും സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് മിസ് എക്സ്പെക്റ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ +2ഓടെ നമ്മുടെ സ്കൂൾ ലൈഫ് കഴിയാണ് അല്ല. അപ്പോൾ ഈ ഒരു +2ലുള്ള മാർക്ക്, ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 1200 മാർക്കിൽ എത്ര മാർക്കാണോ കിട്ടിയിട്ടുള്ളത്, ചിലപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിൽ കൂടുതൽ കിട്ടിയിരിക്കാം, അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്ത മാർക്ക് തന്നെ കിട്ടിയിരിക്കാം, അല്ലെങ്കിൽ മാർക്ക് കുറവായി കഴിഞ്ഞാലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഇതൊന്നുമല്ല നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ഇനി ഇതിലും നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ടെൻഷനും വേണ്ട, എല്ലാ മക്കളും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി ചില ആൾക്കാർക്ക് ഉണ്ടായിരിക്കും, ഞാൻ ഈ സബ്ജക്റ്റ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇത്ര മാർക്ക് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അതിൽ കുറവ് മാർക്കാണല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പേപ്പർ ഒന്നും കൂടി വാല്യൂ ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ നമ്മുടെ റിവാലുവേഷൻ എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവാലുവേഷൻ ആ ഒരു സബ്ജക്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നിങ്ങൾ മാത്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുള്ളത്, ഞാൻ ഇതിലും കൂടുതൽ മാർക്ക് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുള്ള ഏത് സബ്ജക്റ്റ് ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് റിവാലുവേഷൻ കൊടുക്കാം. അപ്പോൾ റിവാലുവേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 13 നമ്മുടെ റിവാലുവേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് A+ നഷ്ടമായിട്ടുണ്ടായിരിക്കുക, ചിലപ്പോൾ 1 മാർക്കിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു 2 മാർക്കിലായിരിക്കാം. അപ്പോൾ ആ സബ്ജക്റ്റ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ റിവാലുവേഷന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഓരോ സബ്ജക്റ്റ് കറക്റ്റായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ആക്കാൻ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ എന്തെങ്കിലും റീസൺസ് ആയിരിക്കാം. ഇപ്പം മാത്സ് ആണെങ്കിൽ മാത്സ് എനിക്ക് ഒന്നും കൂടി നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയേനെ, ഞാൻ നന്നായിട്ട് ഒന്നും കൂടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ സബ്ജക്റ്റിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് A ഗ്രേഡ് ആണെങ്കിൽ അത് എനിക്ക് A+ ആക്കാൻ വേണ്ടി പറ്റും, B ഗ്രേഡ് ആണെങ്കിൽ അത് എനിക്ക് A ആക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മുടെ +2ൽ എന്തുണ്ട്, ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടായിരിക്കും. സോ നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 13 തന്നെയാണ്. ഓക്കെ, നമ്മുടെ റിവാലുവേഷൻ്റെ സെയിം ഡേറ്റ് തന്നെയാണ്, മെയ് 13 നമ്മുടെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അവസരം ഒരിക്കലും മിസ്സാക്കരുത്. അപ്പോൾ +2ൻ്റെ മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ തവണയും പറയുന്നതാണ് അല്ലേ, നമ്മുടെ +2 മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് നെക്സ്റ്റ് ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റുക. പക്ഷേ അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇങ്ങനെ സബ്ജക്റ്റിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് ഷുവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റിന് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്ക് കുറഞ്ഞിട്ട് ആ ഒരു സബ്ജക്റ്റ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഇതാണ് സേ എക്സാം എന്ന് പറയുന്നത്. നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് തന്നെയാണ് സേ എക്സാം. അപ്പോൾ നിങ്ങൾ സേ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 13 തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. നിങ്ങൾ എത്രയാണോ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളത്, ഇതൊരു ഫൈനൽ ചാൻസ് ആയിട്ട് കാണാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ചാൻസും കൂടി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് എത്ര ലെവലിൽ പഠിക്കാൻ വേണ്ടി പറ്റും, എത്രത്തോളം ഹാർഡ് വർക്ക് എടുത്ത് പഠിക്കാൻ വേണ്ടി പറ്റും, നന്നായിട്ട് പഠിച്ച് നമ്മുടെ +2ൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് +2ൽ എത്ര മാർക്കാണോ കിട്ടിയിട്ടുള്ളത് അത് എത്രയാണെന്നുള്ളത് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ മാർക്കിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹാപ്പി ആണെന്ന് എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി റിവാലുവേഷന് കൊടുക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ റിവാലുവേഷന് കൊടുക്കണം, അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദെൻ ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. കുറേ ഫ്രണ്ട്സിന് അറിയുന്നുണ്ടായിരിക്കില്ല ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാം എന്നുള്ളത്, അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് എത്തിക്കുക. ലാസ്റ്റ് ഡേറ്റ് ആരും മറക്കരുത്, മെയ് 13 ഇനി ബാക്കി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ വഴിയെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഉണ്ടായിരിക്കും. സോ മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്.